Am I audible? Hello. Okay. Okay. So, sampling theorem. Okay, sampling theorem ഞാൻ ഇന്നലെ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് സാമ്പിളിംഗ് തിയറത്തിൽ പറയുന്നത്? If you're doing sampling process, the sampling rate should be higher than that of the maximum frequency of the input signal. Okay, maximum frequency component of the input signal. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലേ? നമ്മളിപ്പോൾ സാമ്പിളിംഗ് പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റിനേക്കാളും ഹയർ ഫ്രീക്വൻസിയിലായിരിക്കണം നമ്മുടെ സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി അതിലും ഹയർ ആയിരിക്കണം. അപ്പൊ അത് തന്നെയാണ് സാമ്പിളിംഗ് തിയറത്തിലും പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. A continuous time signal x of t can be completely represented by and recoverable form from the knowledge of its sampled version x of nts only if the rate at which sampling is done is sufficiently high. അതാണ് പറയുന്നത് അല്ലേ? നമുക്കൊരു കണ്ടിന്യൂസ് ടൈം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ അതിനെ കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ചെയ്യാനും ഒരു ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിലേക്ക് റെപ്രസെന്റ് ചെയ്യാനും അതിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. എപ്പോഴും ഓൺലി ഇഫ് rate at which sampling is done is sufficiently high. Only when the sampling frequency is sufficiently high. അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. ഓക്കെ, നമ്മളൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ സാമ്പിളിംഗ് പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ അതിൽ ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ അവിടെ പ്രിസർവ് ചെയ്ത് അത് സാമ്പിളിംഗ് കഴിഞ്ഞു ഡിസ്ക്രീറ്റ് സീക്വൻസ് ആക്കി ആൻഡ് അഗെയിൻ അതിനെ ഒറിജിനൽ സിഗ്നലിലേക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെയുള്ള ഇൻഫർമേഷൻ ഒക്കെ അവിടെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ we should choose the sampling frequency sufficiently high. Okay, അപ്പൊ അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് അതേ രീതിയിൽ തന്നെ പഠിക്കണം, അതേ പോയിന്റ്സ് ആക്കി തന്നെ നിങ്ങൾ പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഇതേ പോയിന്റ്സ് തന്നെ പഠിക്കാം. സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എക്സ് ഓഫ് ടി. ഓക്കെ, അതെന്താണെന്ന് പറയാം. എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എക്സ് ഓഫ് ടി can be easily recovered or reconstructed from its samples xn of ts if the sampling rate or sampling frequency is higher than the twice the maximum frequency component present in the signal x of t. Okay, this is sampling theorem. Sampling theorem states that a band limited signal x of t can be easily recovered or reconstructed from its samples x and ts if the sampling rate or sampling frequency is higher than twice the maximum frequency component present in the signal x of t. Okay, that is fs should be greater than or equal to 2fm. That is sampling theorem. Okay, fs should be greater than or equal to 2fm. This is sampling theorem. Where fm what? Sorry, fs is what? fs എന്താണ്? That is a sampling rate. Okay, fs ആണ് sampling rate അല്ലെങ്കിൽ sampling frequency. Okay, sampling frequency. And what is fm? fm, high frequency component. High frequency component present in x of t. Okay, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവുമല്ലോ, ആ ഇൻപുട്ട് സിഗ്നലിലുള്ള ഹൈ ഫ്രീക്വൻസി കോമ്പണന്റ് ആണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കൊടുക്കുന്ന സിഗ്നൽസ് ഒരു കണ്ടിന്യൂസ് പീരിയോഡിക് സിഗ്നൽ ആവണമെന്നൊന്നുമില്ല, ഡിഫറെന്റ് സിഗ്നൽസ് ആകാം. അപ്പൊ അതിൽ ഡിഫറെന്റ് ഫ്രീക്വൻസി കോമ്പണൻസിന്റെ കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്രീക്വൻസി ആകാം. സിംഗിൾ ഫ്രീക്വൻസി ആണെങ്കിൽ ആ ഫ്രീക്വൻസി തന്നെ എഫ് എം ആയി എടുക്കും. If the signal contains more than one frequencies, okay, ഓരോ ടൈം പീരീഡിൽ ഒരു ഫ്രീക്വൻസി ദെൻ നെക്സ്റ്റ് ടൈം പീരീഡ് അതിന്റെ ഫ്രീക്വൻസി കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ മോർ ദാൻ വൺ ഫ്രീക്വൻസീസ് ഉള്ള ഒരു സിഗ്നൽ ആണെങ്കിൽ അതിലുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി കോമ്പണന്റിന്റെ ട്വൈസ് ടൈംസ് മോർ ആയിരിക്കണം എന്ത് സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു സാമ്പിളിംഗ് തിയറം fs should be greater than or equal to 2fm. That is sampling theorem. പോലെ തന്നെ പഠിക്കണം, കാരണം ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. പ്ലസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, തിയറം എഴുതി കഴിഞ്ഞിട്ട് fs ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm എന്നുള്ള കണ്ടീഷൻ കൂടി എഴുതി വെക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ആൻഡ് ഓൾസോ യു ഷുഡ് റൈറ്റ് വാട്ട് ഈസ് fs ആൻഡ് വാട്ട് ഈസ് fm. ഓക്കെ, അതും കൂടി അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എക്സ് ഓഫ് ടി. എന്താണ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ? ദാറ്റ് ഈസ് എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 0 ഫോർ
mod omega greater than or equal to omega m. That is band limited signal x of t. That is Fourier transform is zero outside a finite band of frequencies. നമ്മൾ പറയുന്നത് സാമ്പിളിംഗ് തിയറം നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽസിന്റെ കേസിലാണ്. ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽസ് ഇൻ ദ സെൻസ് ഇഫ് ദിസ് ഇസ് എ സിഗ്നൽ, ഓക്കെ, ഇതിപ്പോ ഒരു ഇങ്ങനെയുള്ളൊരു സിഗ്നൽ, ഇതാണ് ഞാൻ എക്സ് ഓഫ് ടി, ഈ ഒരു സിഗ്നലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ചെയ്യുക. ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ ജസ്റ്റ് ലൈക്ക് ഇതുപോലെ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫോറിയർ ട്രാൻസ്ഫോമിൽ ഫേസ് സ്പെക്ട്രവും ഫ്രീക്വൻസി ഫേസ് സ്പെക്ട്രവും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവും ഡ്രോ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഡ്രോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ജി ഒമേഗ വരും, ഇവിടെ ഒമേഗ വരും. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ഒമേഗ 0 to ഒമേഗ 0. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ എടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത് നോക്കിയാൽ അതിന്റെ വാല്യൂസ്, ഓക്കെ, ഒമേഗ, ഓക്കെ, ഇവിടെ മൈനസ് ഒമേഗ എം എടുത്തോളൂ, ഇത് മാക്സിമം ഫ്രീക്വൻസി ആണ് ഒമേഗ എം. അപ്പൊ അതിന്റെ വാല്യൂസ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഒമേഗ എമ്മിന്റെ ക്കാളും കൂടുതലായാൽ അത് 0 ആയിരിക്കണം. നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ, ഞാൻ ടെക്ക് ചെയ്ത ഫിഗർ നോക്കുകയാണെങ്കിൽ അതിന് വാല്യൂസ് ഫ്രം മൈനസ് ഒമേഗ എം ടു ഒമേഗ എം മാത്രമേ ഉള്ളൂ അല്ലേ. ബിയോണ്ട് ഒമേഗ എം ദ വാല്യൂ 0 ആൻഡ് ഓൾസോ ബിയോണ്ട് മൈനസ് ഒമേഗ എം ഇറ്റ്സ് വാല്യൂസ് അഗെയിൻ 0. അതിന് ഒമേഗ മൈനസ് ഒമേഗ എം ടു പ്ലസ് ഒമേഗ എം വരെ മാത്രമേ അതിന് വാല്യൂസ് ഉള്ളൂ. അതിന്റെ അടുത്ത റീജിയൻ ഇപ്പം ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ എം എന്നുള്ള കേസ് ആണെങ്കിൽ അവിടെ എന്താണ് വാല്യൂ 0 ആണ് അല്ലെ, ഇവിടെയും 0 ആണ്, രണ്ട് സൈഡിലാണെങ്കിലും അത് 0 ആണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 0 ഫോർ മോഡ് ഒമേഗ ഇസ് ഈക്വൽ ടു ഓർ മോഡ് ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒമേഗ എം. അതിന്റെ മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റിന്റെ ഹയർ വരുന്ന റീജിയനിലൊക്കെ എക്സ് ഓഫ് ജെ ഒമേഗയുടെ വാല്യൂ 0 ആയിരിക്കണം. അതാണ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഡീപ്പായിട്ട് നോക്കണമെന്നില്ല. എന്താണ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽസ് ആണെങ്കിൽ ഇപ്പം ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആണെങ്കിൽ അതിന്റെ എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 0 ഫോർ മോഡ് ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എം. അതാണ് കണ്ടീഷൻ. ഈ ഒരു മൈനസ് ഒമേഗ എം ടു പോസിറ്റീവ് ഒമേഗ എം മാത്രമേ അതിന് വാല്യൂസ് ഉണ്ടാകുള്ളൂ. ബിയോണ്ട് ദാറ്റ് റേഞ്ച് ഓർ ബിയോണ്ട് ദാറ്റ് ലിമിറ്റ് ഇറ്റ്സ് വാല്യൂ 0. അതാണ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽസ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? വാട്ട് ഈസ് സാമ്പിളിംഗ് തിയറം ആൻഡ് വാട്ട് ഈസ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽസ്, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്താണ് സാമ്പിളിംഗ് തിയറം, അതിന്റെ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ you should write the equation fs greater than or equal to 2fm. Okay, where fs is the sampling rate must be higher than twice the frequency component present in the signal. Okay, and fm is the highest frequency component present in the signal x of t. fs greater than or equal to 2fm. Okay, this is sampling theorem. അതിൽ ഒരു പോയിന്റ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽസ് എന്താണ്, അതൊന്നുമില്ല, നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂസ് ഷുഡ് ബി 0 beyond its highest frequency range. Okay, അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം x of j omega should be equal to 0 for mod omega greater than or equal to omega m. അതാണ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മൾ എന്താണ് സാമ്പിളിംഗ് തിയറം ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ, അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് യു കൺസിഡർ എ റാൻഡം സിഗ്നൽ. ഓക്കെ, ഇവിടെ ഒരു റാൻഡം സിഗ്നൽ എക്സ് ഓഫ് ടി കാണാൻ പറ്റും. അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം നോക്കിയേ, ഞാൻ ഇവിടെ തൊട്ട് മുന്നേ വരച്ചതാണ്. ഇതൊരു റാൻഡം സിഗ്നൽ ആണ്. ഓക്കെ, ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും എനി സിഗ്നൽ, എനി ഇൻപുട്ട് സിഗ്നൽ, ഓക്കെ, കണ്ടിന്യൂസ് ടൈം ഇൻപുട്ട് സിഗ്നൽ, അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കും പ്ലസ് ഒമേഗ എം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ it is a spectrum which contains signal values from minus omega m to omega m. Okay, here നോക്കിയേ, അതിന്റെ ബാൻഡ് is limited by omega m less than or equal to omega m അല്ലേ.
അതിന്റെ ഒമേഗയുടെ വാല്യൂ പോസിറ്റീവ് ഒമേഗ എം വരെയും നെഗറ്റീവ് ഒമേഗ എം വരെയും മാത്രമേ ഉള്ളൂ. ബിയോണ്ട് ദാറ്റ് ലിമിറ്റ് ഇറ്റ്സ് വാല്യൂ ഇസ് 0. ഓക്കെ, സോ ഇറ്റ്സ് എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആണ്. ഓക്കെ, ഇനി ഇതിലെ ലാർജസ്റ്റ് ഫ്രീക്വൻസി കോമ്പണന്റ് എന്തായിരിക്കും? ഇതിപ്പോ ഒറ്റൊരു സിഗ്നലേ ഉള്ളൂ, അതിലെ ഫ്രീക്വൻസി കോമ്പണന്റ് ഒമേഗ എം ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ലാർജസ്റ്റ് ഫ്രീക്വൻസി കോമ്പണന്റ് എന്ന് പറയുന്നത് ഒമേഗ എം റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് omega is equal to what? 2 pi f. Okay, so omega m is equal to 2 pi fm. Okay, so finally we can write fm, that is maximum frequency component of the input signal, is equal to what? That is equal to omega m divided by 2 pi. Omega m divided by 2 pi, that much hertz. Okay, അതാണ് maximum frequency component of the signal. Okay, അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യന് നമുക്ക് എന്താ angular frequency കണ്ടുപിടിക്കാൻ പറ്റും. What is omega m, which is in radian per second, and by using the equation omega m is equal to 2 pi fm, we can find value for fm. Okay, fm is equal to omega m by 2 pi hertz. Okay, so if therefore if sample x of t at a rate greater than or equal to 2 fm, then only we would able to reconstruct x of t from its sampled version x of nts. It is called a sampling theorem. Okay, fm ആണ് ഇതിന്റെ maximum frequency component. Okay, so നമ്മൾ sampling ചെയ്യുന്ന സമയത്ത് we should choose value of f as greater than or equal to 2 fm. Okay, നമുക്ക് ആ സാമ്പിളിംഗ് പ്രോസസ്സ് ചെയ്തു നമ്മുടെ ഒറിജിനൽ സിഗ്നൽ അതേ ഇൻഫർമേഷനോട് കൂടി പ്രിസർവ് ചെയ്ത് അത് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ we should choose the sampling rate fs should be greater than or equal to 2 fm. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസിയുടെ 2 മടങ്ങെങ്കിലും കൂടുതലായിരിക്കണം നമ്മുടെ സാമ്പിളിംഗ് റേറ്റ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നോർമലി പറഞ്ഞു അല്ലേ, ഇമ്പൾസ് സാമ്പിളിംഗ് മെത്തേഡ് എന്താണ് അതില്? അവർ ഇൻപുട്ട് കണ്ടിന്യൂസ് സിഗ്നൽ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് പീരിയോഡിക് പൾസ് ട്രെയിൻ അല്ലെ, ഇമ്പൾസ് പൾസ് ട്രെയിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ആൻഡ് വി വിൽ ഒബ്റ്റെയിൻ ദ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ്. ഓക്കെ, സോ അതന്നെ ഇവിടെ ആ ഒരു സാമ്പിളിംഗ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. When x of t is multiplied by a sampling function p of t, we obtain discrete time sampled sequences x and ts. Okay, the Fourier transform of x and ts is obtained as xs of j omega. Okay, x of j omega ക്ക് പകരം xs of j omega എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Whose spectrum will look like the one which is shown below. ഇവിടെ കാണിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ഒരു സിഗ്നൽ കണ്ടില്ലേ, ഇതാണ് എന്ത്? നമ്മളുടെ സാമ്പിൾഡ് ഔട്ട്പുട്ട്. ഓക്കെ, സാമ്പിൾഡ് ഔട്ട്പുട്ട്. ഓക്കെ, അത് എക്സ് ഓഫ് എൻ ടി എസ് എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മുടെ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഉള്ള എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ മൾട്ടിപ്ലൈഡ് വിത്ത് പി ഓഫ് ടി അല്ലേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പി ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് പൾസ് ട്രെയിൻ ആണ്, അതുമായിട്ട് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് എക്സ് ഓഫ് എൻ ടി എസ്. ഓക്കെ, അതുപോലെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന എക്സ് ഓഫ് എൻ ടി എസ് സാമ്പിൾഡ് ഔട്ട്പുട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് എ ഡിസ്ക്രീറ്റ് ടൈം സാമ്പിൾഡ് സീക്വൻസ്. ഓക്കെ, ഈ സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്പെക്ട്രം ലൈക്ക് ദിസ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു സ്പെക്ട്രം ആണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ്, മൈനസ് ഒമേഗ എം തൊട്ട് ഒമേഗ എം വരെ ഒരു വേവ് ഫോം ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു വേവ് ഫോം, അങ്ങനെ പീരിയോഡിക് ആയിട്ട് വേവ് ഫോംസ് പോകുന്നുണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈച്ച് വേവ്സ് വി ക്യാൻ സീ എ ഗ്യാപ്പ് ദർ. ഓക്കെ, ഒരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നില്ല. ഈച്ച് വേവ് ഫോംസ് തമ്മിൽ അവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈച്ച് വേവ് ഫോം തമ്മിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും അല്ല. ഞാൻ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഗ്യാപ്പ് ആണ്, കാണുന്നില്ലേ? ഓക്കെ, അത് വേവ് ഫോംസ് തമ്മിലൊരു ഉണ്ടല്ലേ, ദർ ഇസ് നോ ഓവർലാപ്പിംഗ്. അവിടെ സിഗ്നൽസ് ഒന്നും ഓവർലാപ്പ് ചെയ്യുന്നില്ല. പെർട്ടിക്കുലർ ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിനെ ആണ് ക്വാഡ് ബാൻഡ്. ഓക്കെ, ക്വാഡ് ബാൻഡ്. ആ ക്വാഡ് ബാൻഡ് എന്തിനാണ്? അവോയ്ഡ് മിക്സിംഗ് ഓഫ് ഫ്രീക്വൻസീസ്. ഈ ഫ്രീക്വൻസീസ് ഒക്കെ ഓവർലാപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് പോകാതിരിക്കാനാണ് അതുപോലെ ക്വാഡ് ബാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, ഗോഡ് ബാൻഡ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ യൂസിങ് എ ഫിൽറ്റർ നമുക്ക് അവിടെ നിന്നുള്ളൊരു ഫിൽറ്റർ യൂസ് ചെയ്യാം. നമുക്ക് ഇൻപുട്ട് സിഗ്നൽ ഒറിജിനൽ സിഗ്നൽ തന്നെ റിട്ടേൺ ചെയ്യേണ്ട രീതിയിലുള്ള റിക്വയർമെന്റ് ഉള്ള ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് എ ഫിൽറ്റർ ഔട്ട്. ഓക്കെ, ഈ ഫിൽറ്റർ ഔട്ട് നോക്കിയേ, അതിൽ നമ്മുടെ ഒറിജിനൽ സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണുള്ളത്. ഓക്കെ, അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് ഒറിജിനൽ സിഗ്നൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? That is, after passing through a filter, all other frequency except mod omega m less than or equal to mod omega less than or equal to omega m are filtered out. So നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇൻഫർമേഷൻ മാത്രം അവിടെ ഫിൽട്ടർ ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ we will get the original signal. ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും, ഇത് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതില് നിങ്ങൾക്ക് ഈ വേവ് ഫോം കാണാൻ പറ്റുന്നില്ലേ? ഇൻപുട്ട് സിഗ്നലും അതിന്റെ പീരിയോഡിക് പൾസ് ട്രെയിനും അതിന്റെ സാമ്പിൾഡ് ഔട്ട്പുട്ട് ഒക്കെ ഉള്ള ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നില്ലേ സ്ക്രീനിലില്ലേ? ഓക്കെ, ഇതില് ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ ദ സ്പെക്ട്രം വുഡ് ബി ലൈക്ക് ദിസ്. ഇതുപോലെയാണ് ഉണ്ടാവുക. -ωm തൊട്ടും ωm വരെയുള്ള ഒരു സിഗ്നൽ ഇതുപോലെയാണ് ഉണ്ടാകുക. ഓക്കെ, അത് ഓർത്ത് വെക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ഒറിജിനൽ സിഗ്നൽ സാമ്പിളിംഗ് ചെയ്യാണ്. ദാറ്റ് ഈസ് വി ആർ മൾട്ടിപ്ലൈങ് x of t with p of t, where p of t is the periodic impulse train. ഓക്കെ, അപ്പൊ പീരിയോഡിക് നമ്മളിവിടെ ഇമ്പൾസ് സാമ്പിളിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ x of t is multiplied with the periodic impulse train p of t. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ആ ഒരു പീരിയോഡിക് ഇമ്പൾസ് ട്രെയിനിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, അത് p of g omega എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസീസിലും യൂണിറ്റി ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ നോക്കൂ, നമ്മൾ x of t is multiplied with p of t. ഓക്കെ, ഇവിടെ x of t ഉണ്ട്, that is multiplied with p of t and we will obtain x of nts. ഓക്കെ, x of nts കിട്ടി. അതിന്റെ വേവ് ഫോം ഇതുപോലെയാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത് ഈ fs ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm ആണെങ്കിൽ, ഓക്കെ, നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത് വിത്ത് സാമ്പിളിംഗ് റേറ്റ് fs ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ഒരു x of nts അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു സിക്വൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുക സാമ്പിളിംഗ് റേറ്റ് കുറവാണെങ്കിൽ. ബട്ട് നമ്മളിവിടെ സാമ്പിളിംഗ് റേറ്റ് fs ഗ്രേറ്റർ ദാൻ 2fm എടുത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് ഔട്ട്പുട്ടിൽ കിട്ടി. ഓക്കെ, ഇനി അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ളൊരു സ്പെക്ട്രമാണ് കിട്ടുക. ഓക്കെ, ഇതുപോലൊരു സ്പെക്ട്രമാണ്. ഡിഫറെന്റ് വേവ് ഫോംസ് ഉണ്ടാകും. അത് ഈച്ച് വേവിന്റെ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഗ്വാഡ് ബാൻഡ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദേ ആർ നോട്ട് ഓവർലാപ്പിംഗ്. ഓക്കെ, എല്ലാ സിഗ്നൽസിന്റെ ആ ഒരു സിഗ്നൽസിന്റെ ഇൻഫർമേഷൻ മീൻസ് എല്ലാ ഒരു സ്പെസിഫിക് സിഗ്നൽസും തമ്മിൽ ഒരു ഗ്വാഡ് ബാൻഡിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഒരു സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഔട്ട്പുട്ട് കിട്ടി. ഓൺലി വെൻ fs is greater than or equal to 2fm. ഈ കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ if you are using a proper filter here, then we can filter out our desired signal only. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ഫിൽട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫിൽട്ടറിന്റെ കണ്ടീഷൻ mod omega less than or ഈ ഒരു മാത്രം സെക്ഷൻ മാത്രം കിട്ടും. അത് x of g omega, this is omega t, this is from minus omega m to omega m. This is actually നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ഫോറിയർ അല്ലേ? നമ്മൾ ഇൻപുട്ടായി കൊടുത്തിരിക്കുന്ന സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ?
നമുക്ക് ഡിസ്ക്രീറ്റ് എടുത്തു ഫിൽട്ടർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ സിഗ്നൽ കിട്ടും അല്ലേ? ആ സിഗ്നലിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ കിട്ടില്ലേ? എക്സ് ഓഫ് ടി. നോക്കിയേ, എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഇത്. സോ ഇതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത ഒറിജിനൽ സിഗ്നൽ കിട്ടില്ലേ? ക്ലിയർ ആയോ? യെസ്. അതാണ് ഇവിടുത്തെ പ്രോസസ്. എല്ലാവർക്കും ക്ലിയർ ആണോ ബോയ്സ്? ക്ലിയർ ആണോ? ഞാൻ ഒരു ഇത് കേസും കൂടി പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിപ്പോ എന്താണ്, എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2f എന്നുള്ള കേസാണ് അല്ലെ? അപ്പൊ 2f എന്നുള്ള കേസ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് ഇതുപോലെ കിട്ടും, ഏതത് ഈ ഫിഗർ പോലെ കിട്ടും. ദെൻ എന്ത് ചെയ്യണം, അവിടെ നമ്മളൊരു പ്രോപ്പർ ഫിൽട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാൻഡ് ലിമിറ്റഡ് ആ ഒരു ബാൻഡ് വിഡ്ത്തിലുള്ള മാത്രം സിഗ്നൽ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല ഉണ്ടാവുക. സോ അവിടെ നമ്മൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ നമ്മുടെ ഒറിജിനൽ സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇഫ് the condition is taken like fs is less than 2fm. Okay, fs is less than 2fm ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? fs is less than 2fm ആണെങ്കിൽ we will get an sequence like this. Okay, ഇതുപോലെയുള്ള ഒരു സീക്വൻസ് ആണ് കിട്ടുക. Okay, so there are regions where two signals are overlapping. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടിൽ എക്സസ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് ഇതുപോലൊരു സീക്വൻസ് ആണ് കിട്ടുക. ഇവിടെ എന്താണ്, എല്ലാ സിഗ്നൽസും ഓവർലാപ്പ് ചെയ്തിരിക്കും, ഇതുപോലെ ഓവർലാപ്പ് ആയിരിക്കും. സോ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന സിഗ്നലിൽ നമ്മളിപ്പോ ഇവിടെ ഒരു ഫിൽറ്റർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഒറിജിനൽ സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റത്തെ കേസിൽ എന്താണ്, ഈച്ച് സിഗ്നൽ വാല്യൂസ് തമ്മിൽ ഒരു വൈഡ് ബാൻഡ് ഉണ്ടായിരുന്നു. സോ നമുക്ക് അവിടെ എളുപ്പത്തിൽ ഒരു ഫിൽറ്റർ വെച്ച് ഫിൽറ്റർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ കണ്ടീഷൻ എന്തായിരുന്നു, എഫ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm ആയിരുന്നു. ഓക്കെ, ബട്ട് ഈ എഫ് എസ് ഇസ് ലെസ് ദാൻ 2fm ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ് എൻ ഓഫ് ടി എസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും, എക്സ് എൻ ഓഫ് ടി എസ്. ഓക്കെ, അപ്പൊ ഈ സിഗ്നൽസിലെല്ലാം അഡ്ജസന്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഒക്കെ ഓവർലാപ്പിംഗ് ഈച്ച് അതർ ആയിരിക്കും. അപ്പോഴെന്താണ്, നമുക്ക് ആ സിഗ്നലിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് മിക്സിംഗ് ആയിരിക്കും, ഫ്രീക്വൻസീസ് മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ അതുപോലെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ ഇത്ര ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് പ്രോപ്പർ ആയിട്ട് ഫിൽറ്റർ ഔട്ട് ചെയ്തു നമ്മുടെ ഒറിജിനൽ സിഗ്നൽ മാത്രം പ്രിസർവ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതാണ് സാമ്പിളിംഗ് തിയറത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും സാമ്പിളിംഗ് ചെയ്യേണ്ടത് എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm എന്നുള്ള കേസ് വെച്ചിട്ടായിരിക്കണം. എഫ് എസ് ലെസ് ദാൻ 2fm ആണെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടുന്ന സിഗ്നൽസ് ഒക്കെ ഓവർലാപ്പിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഇതുപോലെ എഴുതിയാൽ മതി, ഈ ഫിഗേഴ്സ് വരച്ചിട്ട്. ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് നോർമലി അങ്ങനെയാണ് ചോദിക്കുക, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് തിയറം. സോ യു ഷുഡ് ഫസ്റ്റ് സ്റ്റേറ്റ് ദ തിയറം വിത്ത് ദാറ്റ് ഇക്വേഷൻ. ഓക്കെ, എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm, ആ ഇക്വേഷൻ വെച്ച് എഴുതുക, എന്താണ് എഫ് എസ് എന്ന് എഴുതുക, എന്താണ് എഫ് എം എന്ന് എഴുതുക. ദെൻ യു ഷുഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഹിയർ. ഓക്കെ, എന്താണ് ഒരു ഇത് നോർമലി ഈ വേവ് ഫോംസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്തായാലും ഈ വേവ് ഫോംസ് വരച്ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അപ്പോഴേ അതിന് ഫുൾ മാർക്ക് കിട്ടണം. ഓക്കെ, ഇച്ചിരി ബ്രീഫ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുക. ഇത് ക്ലിയർ അല്ലേ ബോയ്സിന്? ക്ലിയർ അല്ലേ? ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഡൊമിനിക്, ആദിൽ, വിഷ്ണു, ഷീസ്, ഷാരോൺ, അക്ഷയ്, അശ്വിൻ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആലിയാസിംഗ് ഒരു ആലിയാസിംഗ് എഫക്ട്. ഓക്കെ, നിങ്ങളുടെ സ്ലൈഡ് ചേഞ്ച് ചെയ്തിട്ടില്ലേ?
ഹലോ, സ്ലൈഡ് ചേഞ്ച് ചെയ്തിട്ടില്ലേ? ഇല്ല, 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ അല്ലേ? ആലിയാസിങ് ചേഞ്ച് ആയില്ലേ? Okay. So what is aliasing? If a signal x of t is sampled at a rate lower than Nyquist rate, that is fs less than 2fm. If a signal x of t is sampled at a rate lower than Nyquist rate, that is fs less than 2fm, then reconstruction of signal x of t from its samples is not possible. അല്ലേ, അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന സാമ്പിളിംഗ് റേറ്റ് fs if less than 2fm ആണെങ്കിൽ we cannot reconstruct the signal. Okay, so that is not possible. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കേസ്. At a lower sampling rate, also lower sampling frequencies, different frequencies may mix together. Okay, therefore distortion occurs in reconstructed signals. This is aliasing. But lower sampling frequencies ആണെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് മിക്സ് ചെയ്യും. ഓക്കെ, therefore നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സിഗ്നൽ ഒരു ഡിസ്റ്റോഷനും ഇല്ലാതെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഡിസ്റ്റോഷൻസ് ഉണ്ടാവും, അത് ആക്ച്വൽ ഒറിജിനൽ സിഗ്നൽ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു കേസ് ആണ് എന്ത് ആലിയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് fs ലെസ് ദാൻ 2fm ആണെങ്കിൽ then aliasing occur. ഇപ്പൊ സാമ്പിളിംഗ് തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലിയാസിംഗ് എഴുതിക്കൂടെ? സാമ്പിളിംഗ് തിയറി എന്താണ്? fs ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm ആണ്. ദാറ്റ് ഈസ് സാമ്പിളിംഗ് തിയറം. ഇഫ് fs ലെസ് ദാൻ 2fm ആണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ആലിയാസിംഗ്. or fs less than 2fm ആണെങ്കിൽ aliasing will occur. അതാണ് aliasing. So to avoid aliasing, the sampling rate must be kept higher than 2fm. That is fs greater than or equal to 2fm. നോക്കൂ, ഇതിപ്പം നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്ക്രീറ്റ് സീക്വൻസ് ആണ്. അത് if fs less than 2fm ആണെങ്കിൽ ഇതുപോലെയാണ് സിഗ്നൽസ് ഉണ്ടാവുക. ഓക്കെ, അതിങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും, ഫ്രീക്വൻസീസ് ഒക്കെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒമേഗ ആ എക്സ്ട്രാ വരുന്നതാണ് ഒമേഗ എസ്, ഒമേഗ 2s, സോറി ഒമേഗ എസ്, 2 ഒമേഗ എസ്, 3 ഒമേഗ എസ് അങ്ങനെ പോകും. അതിൽ ഒമേഗ എം എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ആണ് നമുക്ക് വേണ്ടത്. മൈനസ് ഒമേഗ എം ടു പ്ലസ് ഒമേഗ എം. ഓക്കെ, ഇതാ മൈനസ് ഒമേഗ എം ടു പ്ലസ് ഒമേഗ എം വരെയാണ് നമുക്ക് വേണ്ടത്. ബട്ട് നമ്മുടെ സെക്കൻഡ് സിഗ്നൽസിന്റെ ദാറ്റ് ഈസ് ഒമേഗ എസിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒമേഗ എസ് മൈനസ് ഒമേഗ എമ്മും ഒമേഗ എസ് പ്ലസ് ഒമേഗ എമ്മും. അത് ഇത്രമാത്രം ഓർമ്മിച്ചാൽ മതി. ഡിഫറെന്റ് ഫ്രീക്വൻസീസ് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. സോ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ നീറ്റ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റോഷൻസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ aliasing occurs causes stroboscopic effect which accounts for wagon wheel effect. അത് കേട്ടിട്ടുണ്ടോ? വാഗൺ വീൽ എഫക്ട് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പം ടി വിയിലെല്ലാം അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം മൂവീസ് ഒക്കെ കാണുവാണെങ്കിൽ ഈ കാറ് എന്തെങ്കിലും വീൽ കറങ്ങുന്നതൊക്കെ നമുക്ക് ഇടക്ക് ആ വീൽ സ്റ്റേഷനറി ആയ പോലെ തോന്നും, അല്ലെങ്കിൽ ഇടക്ക് ബാക്ക്വേർഡ് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അതൊക്കെ എപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ, വിഷ്വൽ ഇപ്പം മൂവീസ് ഒക്കെ കാണുവാണെങ്കിൽ അതിലിപ്പോ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വീല് ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റേഷനറി പോലെ തോന്നും, റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് തിരിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്ക്വേർഡ് കറങ്ങുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നും. അങ്ങനെ എപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതൊക്കെ ഡ്യൂ ടു ദിസ് aliasing എഫക്റ്റ് ആണ്. അതെന്തുകൊണ്ടാ? നമ്മുടെ ആ ഒരു അവിടെ ഇപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലും നമുക്ക് ഔട്ട്പുട്ട് വിഷ്വലായിട്ട് വരുന്ന സിഗ്നലും, ഓക്കെ, അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിന് അവിടെ സാമ്പിളിംഗ് റേറ്റിലുള്ള ചെറിയ വ്യത്യാസം കൊണ്ട് അപ്പൊ നമുക്കൊരു അറിയാം, ഇപ്പൊ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ അതിന്റെ സാമ്പിളിംഗ് റേറ്റ് എത്ര ഹയർ ആയിരിക്കണം? ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽസിന്റെ ഫ്രീക്വൻസീസ് വളരെ ഹയർ ആയിരിക്കും അല്ലെ? സഡൻ ആയിട്ടുള്ള ഓരോരോ ചേഞ്ചസ് ആണ് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ തന്നെ ഫ്രീക്വൻസി ഹയർ ആണ്. സോ ആ ഫ്രീക്വൻസിന്റെയും ട്വൈസ് ആയിരിക്കണം നമ്മുടെ സാമ്പിളിംഗ് റേറ്റ്. അപ്പൊ അത് കൂടുതൽ വേണം എന്നല്ല, ഓരോ പോർഷൻസിലും വീടിന്റെ ഒക്കെ അത്രയും വരുന്ന അല്ലെ ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് വന്നു, അതിനേക്കാളും ഒരു ട്വൈസ് ആയിട്ട് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ബട്ട് ഇപ്പോഴെല്ലാം മോസ്റ്റ്ലി ആ ഒരു രീതിയിലേക്ക് എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ അവിടെ ആ ഒരു
ആ ഒരു സാമ്പിളിംഗ് ഡേറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് എന്താണ് നമുക്കതങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ സ്റ്റേഷനറി പോലെ തോന്നും, അല്ലെങ്കിൽ അത് ബാക്ക്വേർഡ് കറങ്ങുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ആലിയാസിങ്. അപ്പോൾ അതിലെന്താ ഓർമ്മിക്കേണ്ടത്? F(<2F)(m). അപ്പം നമുക്ക് സാമ്പിളിംഗ് തിയറം പഠിച്ചാൽ എന്താണ് എളുപ്പമായിട്ട് ആലിയാസിങ് എഴുതാൻ പറ്റും. ഇതിന് വേറെ എക്സ്ട്രാ പഠിക്കണ്ട. സാമ്പിളിംഗ് തിയറം പഠിച്ചാൽ അതിൽ F(<2F)(m) ആണെങ്കിൽ ആലിയാസിങ് വിൽ ഒക്കർ അല്ലേ? അപ്പം എന്താ പറയുന്നത്? ഇഫ് എ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് സാമ്പിൾഡ് അറ്റ് എ റേറ്റ് ലോവർ ദാൻ Nyquist rate, that is F(<2F)(m), then reconstruction of signal x of t from its samples is not possible. Okay, at lower sampling frequencies, different frequencies will mix together. Therefore, distortion occurs in reconstructed signal. This is called aliasing. That is, if f is less than 2fm, then aliasing occur. Okay, the aliasing clear alle? Aliasing clear alle? Aliasing ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ എഴുതുക. Okay, good. Then you should draw this figure. Okay, ഈ ഫിഗർ വരയ്ക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നമുക്ക് തിയറി പോർഷൻസ് എഴുതുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫിഗേഴ്സോ അല്ലെങ്കിൽ ഗ്രാഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരച്ചു വെക്കുക. നിങ്ങൾ എത്ര എഴുതിയിട്ടും കാര്യമില്ല, ഇക്വേഷൻസും നിങ്ങൾ എന്ത് തിയറി എഴുതിയിട്ടും കാര്യമില്ല, എവിടെയെങ്കിലും നിങ്ങളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടോ അത് കറക്റ്റ് ആണോ, നിങ്ങൾ വരച്ചിരിക്കുന്ന ഗ്രാഫ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഫിഗർ കറക്റ്റ് ആണോ, സർക്യൂട്ട് കറക്റ്റ് ആണോ, അതിനൊക്കെയാണ് മാർക്ക് വരിക. ഓക്കെ, സോ നിങ്ങൾ എഴുതുക പ്ലസ് ഇതൊക്കെ നീറ്റായിട്ട് വരക്കുക, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇക്വേഷനും എഴുതണം, മസ്റ്റായിട്ട് ഇക്വേഷനും എഴുതണം, ഈ ഫിഗറും വരക്കണം. So this is aliasing, and next one is Nyquist rate of sampling. This is also an important section ആണ്. ഇതും നമുക്ക് ആ സാമ്പിളിംഗ് തിയറത്തിൽ നിന്ന് എഴുതാവുന്നതാണ്. Okay, Nyquist rate of sampling. It is the minimum theoretical sampling rate at which a signal can be sampled so that it can be reconstructed or recovered from its samples without any distortion. Okay, that is called the sampling rate. It is the theoretical minimum sampling rate. നമുക്ക് തിയററ്റിക്കലി എടുക്കാവുന്ന ഏറ്റവും മിനിമം സാമ്പിളിംഗ് റേറ്റ് ആണ് അറ്റ് വിച്ച് എ സാമ്പിൾ ഓർ എ സിഗ്നൽ ക്യാൻ ബി സാമ്പിൾഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റീകൺസ്ട്രക്റ്റഡ് ഓർ റിക്കവേർഡ് ഫ്രം ഇറ്റ് സാമ്പിൾസ് വിത്തൗട്ട് എ ഡിസ്റ്റോർഷൻ. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നലിനെ സാമ്പിളിംഗ് ചെയ്തു അതിൻ്റെ ആ സാമ്പിൾസിൽ നിന്ന് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനും റിക്കവർ ചെയ്യാനും വേണ്ട മിനിമം തിയററ്റിക്കൽ സാമ്പിളിംഗ് റേറ്റ് ആണ് എന്ത് നിക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ അതെന്തായിരിക്കും? നിക്വിസ്റ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു നിക്വിസ്റ്റ് റേറ്റ് എഫ് ഇസ് ഈക്വൽ ടു 2fm അല്ലേ? ബിക്കോസ് നോർമലി നമ്മൾ F(s) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm ആണ് എടുക്കുക. ബട്ട് ഇറ്റ് ഇസ് എ തിയററ്റിക്കൽ മിനിമം സാമ്പിളിംഗ് റേറ്റ്. അപ്പോൾ അതിന്റെ മിനിമം എത്രയായിരിക്കും? എപ്പോഴും F(s) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm ആണ് നമ്മൾ കണ്ടീഷൻ എടുക്കുക. ബട്ട് അതിന്റെ ഏറ്റവും മിനിമം കണ്ടീഷൻ ഏതാണ്? F(s) is equal to 2fm അല്ലേ? F(s) equal to 2fm വരെ പോകാം, അത്ര വരെ നമുക്ക് എന്ത് ചെയ്യാം? ആ സിഗ്നൽസിനെ റീകൺസ്ട്രക്ട് ചെയ്യാം. ബട്ട് F(s) ലെസ് ദാൻ 2fm ആയാൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് Nyquist rate എന്ന് പറയുന്നത്. So signal sampled at a rate higher than Nyquist rate is called oversampled, and lower than Nyquist rate is called undersampled. Okay, F(s) is equal to 2fm ആണെങ്കിൽ അത് Nyquist rate ആണ്. If F(s) greater than 2fm ആണെങ്കിൽ oversampled. അതാണ് നമ്മുടെ ഡിസൈഡ് കണ്ടീഷൻ. If F(s) less than 2fm ആണെങ്കിൽ എന്താണ്? undersampled. അത് അൺഡിസൈഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, അവിടെയാണ് aliasing occurs. Okay, F(s) greater than 2fm ആണെങ്കിൽ oversampled, F(s) less than 2fm ആണെങ്കിൽ it is undersampled. The aliasing occur. Okay, so here also you should draw this figure. ഇവിടെ നോക്കിയേ, ഓവർലാപ്പിംഗും അല്ല, ബട്ട് there is no guard band between two signals അല്ലേ? F(s) greater than 2fm ആണെങ്കിൽ ടു സിഗ്നൽസ് തമ്മിൽ ഗാർഡ് ബാൻഡ് ഉണ്ടായിരുന്നു. ഇനി F(s) less than 2fm ആണെങ്കിൽ they are overlapping each other. But when F(s) is equal to 2fm ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ there is no guard band and there is no overlapping. രണ്ടും ജസ്റ്റ് ആ ഒരു പോയിന്റിലായിരിക്കും ഇതുപോലെ ഉണ്ടാകുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ, ഒരു ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ മിനിമം വാല്യൂ അല്ലേ? ദിസ് ഇസ് ദ മിനിമം സാമ്പിളിംഗ് റേറ്റ്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് റേഞ്ച് വരികയാണെങ്കിൽ ഇതെന്ത് ചെയ്യും? മിനിമം മിനിമം ഇവിടെ വരെ നമുക്ക് ഫിൽറ്റർ വെച്ചാൽ റീകൺസ്ട്രക്ട് ചെയ്യാം. ബട്ട് അതിന് സാമ്പിളിംഗ് പോവാണെങ്കിൽ we cannot reconstruct the original signal. Okay, that is signal x of t is sampled at an Nyquist rate, then also we can recover original signal from its samples without a distortion.
So this is called the Nyquist rate of sampling. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിളിംഗ് തിയറം പഠിച്ചാൽ അതിൽ നിന്ന് വാട്ട് ഈസ് ആലിയാസിംഗ് എഴുതാം, അതിൽ നിന്ന് വാട്ട് ഈസ് Nyquist റേറ്റ് ഓഫ് സാമ്പിളിംഗ് എഴുതാം. ഇത് പറയുമ്പോഴും ഈ ഇക്വേഷൻ എഴുതണം, F(s) = 2Fm ആൻഡ് യു ഷുഡ് ഡ്രോ ദിസ് ഫിഗർ ഓൾസോ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ? Okay, good. So please give your attendance.